ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനാപൂർവ്വം ഈശോയെ നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സ്വരത്തിൽ ദൈവത്തെ ആരാധിച്ച് പാടട്ടെ. ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആത്മാവിലാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തോട് നമുക്ക് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടാനാണ്. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ. വചനവും വിശുദ്ധരും ഒരുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റെന്തിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ കരുണയെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരു വചനഭാഗം നമുക്കെടുക്കാം. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വചനഭാഗം. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5 മുതൽ. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയുടെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പ്രിയപ്പെട്ട ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം എത്രമാത്രം കാരുണ്യവാനാണ്, കൃപാലുവാണ്, നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നുള്ള കാര്യം. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അപ്പം അതുകൊണ്ട് നമുക്കാവശ്യമായത് എന്തും ദൈവത്തിന് നൽകാൻ പറ്റും. ഒരു നിമിഷം കൊണ്ട് ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് പറ്റും. ഒരു നിമിഷം കൊണ്ട് ഒരു രോഗിയെ സുഖപ്പെടുത്താൻ ദൈവത്തിന് പറ്റും. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അത്ഭുതകരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. നമ്മളെല്ലാവരും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ഗാനത്തിലൂടെ നമ്മുടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ,
നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാവരും ചേർന്ന് കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാട്, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. എല്ലാവരും ഹൃദയത്തുടിപ്പുകളോടെ നമുക്ക് വേണ്ടി പാടുപീഠ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവിനെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയിൽ കണ്ടുകൊണ്ട് പാടട്ടെ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. മുൾമുടി ചൂടിയിട്ടും ഉള്ളു തകർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. എല്ലാവരും കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. ത്രാണി പോയിട്ടും ചോര വാർന്നിട്ടും നിൽക്കുകയാണല്ലോ കുഞ്ഞാടു, നിൽക്കുകയാണല്ലോ. കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊല്ലപ്പെട്ടെങ്കിലും പിതാവിനാൽ ഉയർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തുവാണ് ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. അവിടുത്തെ മഹനീയമായ നാമം ഉയർത്തി ആ നാമത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ആ നാമത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായിട്ടിരുന്ന് ഈശോയിലേക്ക് നോക്കിയിരുന്ന് കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് പ്രാപിക്കാം. അവിടുത്തെ സ്നേഹം നമുക്ക് രുചിച്ചറിയാം. രണ്ട് വിശുദ്ധരുടെ വാക്കുകൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അത് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മറ്റെന്തിനേക്കാൾ
നമുക്കിന്ന് ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. മറ്റെന്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, സൗന്ദര്യത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ, വിദ്യാഭ്യാസത്തെക്കാൾ എല്ലാം നമുക്കിന്ന് ആവശ്യം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവമേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പറയാൻ കഴിയുന്നവർ ആകുലതയിലും ഭയത്തിലും ആശ്വാസം കണ്ടെത്തും. ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തും. നമുക്ക് ആകുലതകളും ഭയങ്ങളും നമ്മളെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരിക്കാം. ദൈവമേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് അർത്ഥവത്തായിട്ട് വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കും എന്നുള്ളത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഈശോ മിശിഹ പല പ്രാവശ്യം വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഒത്തിരിയേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. യേശു പറഞ്ഞൊരു കാര്യം, ആത്മാവിൻ്റെ പാപക്കറ രാത്രി പോലെ ഇരുണ്ടതെങ്കിലും അനുദപിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവിൻ്റെ കറ, ഒരുപാട് പാപക്കറ നമ്മളിലുണ്ടെങ്കിലും, അങ്ങനെ നമ്മൾ ഒരു ഇരുണ്ട ആത്മാവാണ് നമ്മുടെ ആത്മാവെങ്കിലും അനുദപിച്ചാൽ മതി. അനുദപിക്കാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം അവർ ദർശിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നലകളിലെ പാപത്തിൻ്റെ അളവല്ല പ്രശ്നം, അനുതാപമാണ് നമുക്ക് വേണ്ടത്. അനുദപിക്കാൻ സാധിച്ചാൽ, അതാണ് യെശയ്യാ 1-ാം അധ്യായം 19 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ മഞ്ഞ പോലെ വെണ്മയുള്ളതാക്കാം, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കാം. അനുസരിക്കാൻ നീ തയ്യാറായാൽ മതി. 18 മുതൽ 20 വരെയുള്ള ആ വചനഭാഗം വായിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് ഈശോയുടെ മുമ്പിൽ ഈശോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ വിശുദ്ധർ പങ്കുവച്ച കാര്യം വിശ്വസിച്ച് ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം. ഒരു 10 സുപ്രധാന വചനങ്ങളൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ദൈവകരുണയുമായി ബന്ധപ്പെട്ട സുപ്രധാന വചനങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 103:11 നമ്മൾ കാണുന്നത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഇതേ കാര്യം തന്നെ സങ്കീർത്തനം 108 4-ാമത്തെ വചനം വായിച്ചാലും നമുക്ക് കാണാൻ പറ്റും. യോനായുടെ പുസ്തകം 4:2 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ അതിരറ്റ കരുണയാണ്, അതിരില്ലാത്ത കരുണയാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 9:13 കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്. ഒരുപാട് ബലി നമ്മൾ അർപ്പിച്ചാൽ കരുണ കാണിക്കാത്തവരാണെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കേണ്ടതുപോലെ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിക്കേണ്ടതുപോലെ അനുഭവിച്ചെന്ന് വരില്ല. മത്തായിയുടെ സുവിശേഷം തന്നെ 20-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ, അവിടെ ഇറങ്ങിയ വേലക്കാർക്ക് കൂലി കൊടുക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ കാതലായ സന്ദേശം, അനീതി കാണിക്കാതെ കരുണ കാണിക്കാനും നമ്മൾ തയ്യാറാകണം. അവസാനം വന്നയാളോട് കരുണ കാണിച്ചു, ആദ്യം വന്ന വ്യക്തികൾ തുടങ്ങി ആരോടും അനീതി കാണിച്ചുമില്ല. അങ്ങനെ അനീതി കാണിക്കാതെയും കരുണ കാണിച്ചും ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മിക്കായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വചനമെടുത്താൽ, മിക്ക 6:8 നമുക്ക് 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ, നമ്മൾ അഭ്യസിക്കേണ്ട 3 കാര്യങ്ങൾ. 1, നീതി പുലർത്തുക. 2, കരുണ കാണിക്കുക. 3, വിനയം അഭ്യസിക്കുക. ഈ 3 കാര്യങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നീതി പുലർത്തണം, കരുണ കാണിക്കണം, വിനയം അഭ്യസിക്കണം. അതാണ് മിക്ക 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. കൊളോസസ് 4:6-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സംസാരത്തിൽ കരുണ കാണിക്കണം. നിൻ്റെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ വചനം പൗലോസ്ലീഹായിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു നല്ല സമറയാക്കാരൻ്റെ കാര്യമാണ്. സമറായക്കാരൻ, ഇനി അവന് മുറിവേറ്റ വ്യക്തിയെ
സുഖപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഏത് ഗണത്തിൽപ്പെട്ടതാണെന്നൊന്നും നോക്കുന്നില്ല. മുറിവേറ്റവനാണ്, അവന് സഹായം ആവശ്യമാണ്. അവനെ സഹായിക്കാൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന, തൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നതെല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു നല്ല സമറയക്കാരനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് നല്ല സമറായക്കാരനായി മാറണം എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. യാക്കോസ്ലീഹ 2-ാം അധ്യായം 13-ാമത്തെ വചനം, മത്തായി 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരുണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കരുണ കാണിക്കണം. നമുക്ക് ദൈവത്തിൽ നിന്നും കരുണ ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുന്നവരായി മാറണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. 1 സാമുവേൽ 24-ഉം 26-ഉം 2 അധ്യായങ്ങൾ വായിച്ചാൽ വീരോചിതമായ ക്ഷമ, അതുപോലെ തന്നെ വീരോചിതമായ കരുണ ശത്രുവിനോട് പോലും കാണിക്കുന്ന ഒരു രംഗമാണ്. ദാവീദിനെ കൊല്ലാൻ നോക്കി നടന്ന് സാവൂളിനെ കൊല്ലാൻ കൈ കെട്ടിയിട്ട് പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവനെ വെറുതെ വിടുന്ന ദാവീദിനെ കാണാൻ പറ്റും. അതാണ് വീരോചിതമായ ക്ഷമയും വീരോചിതമായ കരുണയും. ഇപ്രകാരവും നമുക്ക് പെരുമാറാൻ സാധിക്കും എന്നുള്ളത് ഈ വ്യക്തിയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 101 1-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കരുണയെ നാം പ്രകീർത്തിക്കുന്നവരായി മാറണം. നമ്മൾ മറ്റു പാട്ടുകളെക്കാളൊക്കെ നമ്മൾ പാടേണ്ടത് ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ, അതും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണയെ നാം പ്രകീർത്തിച്ച് നടക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പുറപ്പാട് 32-30 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കരുണ ലഭിക്കേണ്ടതിന് പോലും നാം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. മോശ ഇസ്രായേൽ ജനത്തോട് പറയാണ്, നിങ്ങളുടെ പാപം മൂലം ദൈവം വളരെ ക്ഷോഭിതനായിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു ദേഷ്യം മാറാനും നിങ്ങളുടെ മേൽ കരുണ ദൈവം വർഷിക്കാനും ഞാൻ പോയി ത്യാഗമെടുക്കാം, ഞാനതിന് പരിഹാരപ്രവൃത്തി ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന മോശയെ നമുക്കിവിടെ കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 32-30 മുതൽ വായിക്കുമ്പോൾ ഒരു വചനം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ സങ്കീർത്തനം 2-12, കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ, മറ്റെന്തിനേക്കാൾ നമ്മൾ കർത്താവിൽ ശരണം വെച്ച് ജീവിക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാർ. അവരുടെ കാര്യം ദൈവം നടത്തി കൊടുക്കും എന്നുള്ളത് നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തെറ്റ് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കും. നമ്മുടെ തെറ്റ് തിരുത്താനുള്ള ശക്തി കർത്താവ് തരും. അതിനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകും. കർത്താവെ, പലപ്പോഴും ജീവിക്കേണ്ടതുപോലെ ജീവിക്കുവാൻ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. കരുണ കാണിക്കേണ്ടതുപോലെ കരുണ കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ട്. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ മേൽ അവിടുത്തെ കാരുണ്യം വർഷിച്ച് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി മാറാം. കരുണാമയനേ കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറുന്നീയാഴിയില്ലൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ. നിന്റെ എന്നും ജീവനാണേ, എൻ ഭയമെല്ലാം മാഞ്ഞു പോയി. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ യേശുവേ, കരുണാമയനേ. കരുണാമയനേ കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ
നൽകിടണമേ. നിന്റെ എന്നും ജീവനാണേ. എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. നീ അടിച്ചാലും ആർദ്രമാണേ യേശുവേ. കരുണാമയനേ യേശുവേ. കരുണാമയനേ. അല്പസമയം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് നമുക്കിരിക്കാം. ദൈവം നൽകുന്ന നിർദ്ദേശങ്ങളും പഠനങ്ങളും ഏറ്റെടുത്ത് അനുഗ്രഹീതരാകാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാനുള്ള വഴികൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ വഴികളിലൂടെ ഇനിമേൽ സഞ്ചരിക്കുവാൻ നമുക്ക് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവഭയം ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മളെ ഒരുക്കും. ദൈവഭയമുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. സങ്കീർത്തനം 147:11 വചനവും 103:18 വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ദൈവഭയം ദൈവകരുണയിലേക്ക് നമ്മളെ നയിക്കും. കർത്താവേ, ദൈവഭയത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് യാചിക്കാം. യാക്കോബ് 3:13 നമ്മൾ കാണുകയുണ്ടായി, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. കാരുണ്യരഹിതമായി വിധിക്കുന്നവരുടെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകും. അതൊരിക്കലും നമ്മുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. കാരുണ്യപൂർവ്വം മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയട്ടെ. സങ്കീർത്തനം 86 വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ വിളിച്ചപേക്ഷിക്കണം. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. രാവും പകലും കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നവരുടെ നിലവിളി കർത്താവിന് കേൾക്കാതെ പോകാൻ പറ്റുമോ? പുറപ്പാട് 20 വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ മേലും അവരുടെ തലമുറകളുടെ മേലും ദൈവം കരുണ വർഷിക്കും. നമ്മുടെ നന്മയ്ക്കായി ദൈവം നൽകിയ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ച് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 123 വചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവിനെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം പറയുന്നത്, എനിക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കുവോളം ഞാൻ എൻ്റെ കർത്താവിങ്കിലേക്ക് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും. ഇക്കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ അർഹരാകും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2447 വായിച്ചാൽ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ചും അവിടെ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രോഗികളെ സന്ദർശിക്കുന്നത്, അതുപോലെ മരിച്ചവരെ സംസ്കരിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരുണ്യ പ്രവൃത്തികൾ. നമ്മൾ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അനീതി കാണിക്കാതിരുന്നാൽ മാത്രം പോരാ, കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ദിവസവും നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. കർത്താവേ, ആ വലിയ ബോധ്യത്തോടെ ഇനിയുള്ള കാലം ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കാരുണ്യവനായ കർത്താവെ, അവിടുത്തെ ശക്തി ദാസരുടെ മേൽ അയക്കണമേ. അവിടുത്തെ കരം ഇവരുടെ മേലും ഇവരുടെ കുടുംബത്തിൻ്റെ മേലും ഉയർത്തണമേ. അങ്ങവരെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇപ്പോൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങിറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ല. അങ്ങ് സർവശക്തനായ ദൈവമാണ്. ഇവരുടെ നിലവിളി കേൾക്കാതെ പോകരുതേ. കർത്താവ് ഇവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമേ.
ഇവരുടെ ശരീരത്തിന് സൗഖ്യം കൊടുക്കണമേ, ഇവരുടെ മനസ്സിനെ ബലപ്പെടുത്തണമേ, ഇവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ. ഇവരുടെ മേലും ഇവരുടെ കുടുംബത്തിൻ്റെ മേലും അവിടുത്തെ കൃപയും കരുണയും വർഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.